എല്ലാവർക്കും നമസ്തേ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിന്ധു സതീശൻ. ഇന്ന് ഒരു കിച്ചൺ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാട്ടിലെന്നറിയാലോ, ഞാനൊരു ഓപ്പറേഷന് വേണ്ടി വന്നിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് മേജർ ഓപ്പറേഷനാണ്. സ്പൈനൽ കോഡിനൊക്കെ നല്ല 3 ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. എന്നാലും പിന്നെ എന്താ പറയുക, അത്ര വലിയ ക്ഷീണമായിട്ട് എനിക്ക് അങ്ങനെ കിടക്കുക എന്നുള്ളൊരു ശീലമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ചിലപ്പോൾ ദിവസം ഷോപ്പിൽ പോകുന്ന ആ ഒരു ശീലമായിട്ടുണ്ടായിരിക്കും. രാവിലെ ഷോപ്പിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ കിച്ചൺ വ്ളോഗിൽ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, അമ്മയുണ്ട് വെച്ച് വളരെ പെട്ടെന്ന് അമ്മ എന്നെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന അവ ഇങ്ങോട്ട് പിന്നെ അമ്മയോട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനം വെച്ചു. അന്നേരം ഞാൻ സ്വാഭാവികമായിട്ട് നെയ്ച്ചോറാണ്. എന്താ വേണം, ശരി എന്നാൽ നീ അടുക്കളൊക്കെ ഉണ്ടായിക്കോ, ഇന്ന് നമുക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്, ഗീ റൈസ്. ഓക്കെ, ഹലോ മേ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മളെ ചെമ്പ് വെക്കാം. ഇത് ചൂടാവട്ടെ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുന്നതാണ്, നമ്മളുടെ ചെമ്പ് ചെരു എന്നൊക്കെ പറയും. ഓക്കെ, ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 2 തവിയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര പൈസയാണ്, അറിയില്ലല്ലേ? അല്ലേ, ഭയങ്കര പൈസയല്ലേ? എൻ്റെ അമ്മായിയും കൂടി ഉണ്ട് ഇവിടെ. അമ്മായിനെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്ച്ചോറിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഗാർണിഷിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ അമ്മായിയാണ്. അമ്മേനെ പിന്നെ പറയാറില്ല. അമ്മായി രാവിലെ വന്നിട്ടുണ്ട്. ഏതമ്മായി ചോറിലതിന് അമ്മായി ചോറ് വെച്ചാ നമുക്ക് സ്കൂളിലേക്ക് വെച്ചിട്ട് വെക്കണം. അതല്ലേ? പിന്നെ അല്ല, അങ്ങനെയല്ല. അമ്മായി പിന്നെ അമ്മേൻ്റെ അതേ സ്ഥാനത്താണ് അമ്മായി. പിന്നെന്താ പറയുക, എന്തുണ്ടെങ്കിൽ നമുക്ക് അമ്മയോട് പറയാൻ പറ്റും. എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചീത്ത പറയാൻ അധികാരമുള്ള ഒരാളാണ് അമ്മായി. ആദ്യം അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ ഞാൻ ആദ്യം ഒന്ന് ചീത്ത പറയും. അത് കഴിഞ്ഞാകുമ്പോൾ സ്നേഹത്തോടെ എന്താ മോളെ അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പറയും. അങ്ങനെയല്ല അമ്മായി. നല്ല എന്താ പറയുന്നത്, ഞാൻ കണ്ടേരം തൊട്ടിട്ട് നമ്മൾ കുഞ്ഞുനാളിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു അമ്മായിയാണ്. എല്ലാ അമ്മായിമാർക്കും സ്നേഹമാണ്. ഈ അമ്മായി മാത്രമല്ല, പക്ഷെ കുറച്ചുകൂടി കൂടുതൽ അടുപ്പം ഈ അമ്മായി ഇടണം. അല്ലേ അമ്മായി? അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഞാനിതിൽ അതിപ്പോൾ കാഷ്നട്ട്, അണ്ടിപ്പരിപ്പ് ഇതൊന്ന് ചൂടായിട്ട് വേണം. അമ്മായി പിന്നെ നല്ല അടിപൊളി ഭക്ഷണം വെക്കുന്ന ആളാണ്. നല്ല അടിപൊളി ഭക്ഷണം വെക്കുന്ന ആളാണ്. എനിക്ക് എന്നെ പാൽപ്പായസം വെക്കാണ്ട് പഠിപ്പിച്ചാൽ അമ്മായി. അല്ല അമ്മായി, എന്താ ചെല്ലി വിളിക്കുന്നത്? ഇപ്പോൾ അമ്മേനെ കുറേ നാളായിട്ട് കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ കുറേ നാട്ടുവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാരുടെ സുഖവിവരങ്ങൾ, അതുപോലെ തന്നെ ട്രാജഡി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മായി ഈ ഒരു നിമിഷത്തിനുള്ളിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1-2 വർഷത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സെക്കൻഡിനുള്ള അമ്മായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കേൾക്കുമ്പോൾ ഒരു അതിശയം തന്നെയാണ്. കാരണം ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഒക്കെ അമ്മായി പറഞ്ഞു തരുമ്പോൾ ഈ ആങ്സൈറ്റിയിലുണ്ടാവില്ലേ, ഉൾക്കണ്ട, അതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അമ്മായി എല്ലാ കാര്യവും പറഞ്ഞു തരും, എന്തൊക്കെ നടന്നു എങ്ങനെയൊക്കെയാണെന്ന്. ഞാൻ ഈ ഗ്ലാസ്സിൽ 6 ഗ്ലാസ് ആയിരിക്കും നിർത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഒഴിക്കാണ്ട് പോകുന്നത് 6 ഗ്ലാസും പ്ലസ് ഒരു 1.5 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്. 1 2 4 5
നിറച്ചെടുത്തു കഴിഞ്ഞാൽ 6 ഗ്ലാസ് വെള്ളമാണ്. അപ്പം 6 ഗ്ലാസ് വെള്ളമാണ്. അത് ഞാൻ ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 12 ഗ്ലാസ് വെള്ളം. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഇനി 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. എന്നാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത്ര പോലെ കൂടി എക്സ്ട്രാ ഒഴിക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തോ. ഞാൻ അധികം ഉപ്പ് കൂട്ടാത്ത ഒരാളാണ്. മറ്റേ കറക്റ്റായിട്ട് ഇട്ടിട്ട് ഇത് ഞാൻ തിളപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല. നേരത്തെ കഴുകി വെച്ച അരിയാണ്. ഈ അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ആധികാരികമായിട്ട് ഉണ്ടാക്കുന്നതെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നെല്ലാം ഏട്ടൻ ഇപ്പോൾ പെട്ടെന്ന് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആ രീതിയിലൊന്നും ഉണ്ടാക്കുന്നതിലും ഇളക്കി കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയതൊന്നുമല്ല, പെട്ടെന്ന് പറഞ്ഞുണ്ടാക്കി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പട്ടയുണ്ട്. പട്ട മാത്രം ഇടും, മറ്റേ ഗ്രാമവും സംഭവങ്ങളൊന്നും ഇല്ല. അത് മാത്രം ഇരിക്കട്ടെ അല്ലേ, മതി. നമ്മളല്ലേ ഇതൊന്നും വേറെ വരുന്നൊന്നുമില്ലല്ലോ അല്ലേ, അങ്ങനെ മതി. ഇത് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റട്ടെ. പിന്നെ അമ്മായി വന്നിട്ടുണ്ടായിനി അടുത്തേക്ക്, വെറുതെ വന്നതാണ്. പിന്നെ എന്താ പറയുക, അമ്മായിൻ്റെ ആരോ സുഹൃത്ത് വന്നേരം അങ്ങ് പോയി. വരുന്ന പറഞ്ഞു, ഭക്ഷണം കഴിക്കാണ്ട് വരുന്ന പറഞ്ഞ. നമുക്ക് ഇത് വേണമേ, അത് എല്ലാം കൂടി തിന്നുമ്പോൾ രസം ഉണ്ടാവില്ലേ, അങ്ങനെ തിന്നു. ചൂടൊന്നുമില്ല, പിന്നെ വായു പോയില്ലേ. രസമില്ലേ, ഒന്ന് തള വരാൻ വേണ്ടി തുടങ്ങി. ഇത് ഞാൻ നേരത്തെ നെയ്യെടുത്ത് പിന്നെ തവിയാണ്, കുഞ്ഞിത്തവി. അതിൻ്റെ ആ നെയ്യല്ലേ ഇതിലേക്ക് ആവാൻ വേണ്ടി ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ, വെച്ച് വിളമ്പി കൊടുക്കാൻ. ഇന്ന് കുറച്ച് ക്ഷീണമാണ് ഇങ്ങനെ. എന്താ പറയണ്ടത്, ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പ്രശ്നമുണ്ട്. മേജർ ഓപ്പറേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇതൊന്നായിട്ട് വേണം, ഇതാക്കിയിട്ട് വേണം ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ആകും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതവിടെ നാവട്ടെ അല്ലേ. അതുവരെ നമുക്ക് എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും വർത്തമാനമാണോ കുറച്ച്. നമ്മൾ പിന്നെ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ, കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പേ വണ്ണാർഘട്ടയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അമ്മേ. അന്നേരം പിന്നെ എങ്ങനെ എന്താ പറയുക, വണ്ണാർഘട്ടയിലേക്ക് ഈ വൈൽഡ് അനിമൽസിനെ എടുക്കാൻ പിന്നെ വണ്ടിയിലൊന്ന് കൊണ്ടുപോകുക. ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കുട്ടി വണ്ടിയിൽ ജനൽ ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ട്. അപ്പോൾ പുലി വന്ന് ആക്രമിക്കുന്നുണ്ട്. ഒരു 13 വയസ്സുകാരനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമാണല്ലേ. നേരത്തെ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ, സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പോകുമ്പോൾ കാണുക, എൻജോയ്മെന്റ് ചെയ്യുക. എല്ലാത്തിനും കാണാൻ പറ്റുമല്ലോ. അതല്ലേ, നല്ല ഒരു അനുഭവം തന്നെ ഉണ്ട് അല്ലേ. ടിവിയിലും കണ്ടില്ലേ റീൽസ് അമ്മ 4GB ആണ്. അതിലേക്ക് റീൽസ് കണ്ടിട്ട് തന്നെ തീർക്കും. വെറും ആനനെ കാണലാണ് അമ്മേൻ്റെ മെയിൻ പണി. കുട്ടിയാനയില്ലേ, കുട്ടിയാനയുടെ കുസൃതികൾ കണ്ടിട്ട് കുറേ സമയം നോക്കും, പിന്നെ അടിച്ചിട്ടിരിക്കും, പിന്നെയും നോക്കും, പിന്നെ ചിരിക്കും. അതന്നെ അമ്മേൻ്റെ മെയിൻ പരിപാടി. നമുക്കെല്ലാം 3GB ഒക്കെ തന്നെ നമ്മൾ കുറേ സമയം രാത്രി ചിലപ്പോൾ അത് തന്നെ വേസ്റ്റ് ആയി പോകും. അമ്മ ഫുൾ മാക്സിമം യൂസ് ചെയ്തിട്ടത് റീൽസ് കണ്ടുകൊണ്ട്. അതും വെറും ആനേൻ്റെ തന്നിട്ട് വെറും കാണിക്കും, വെറും ആനേനെ മാത്രം. നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതിലെ കൂടി കൊണ്ട്
കണ്ടിരിക്കാതെ ആനിന്ന് നേരിട്ട് കാണാണ്ട് പോയില്ലേ? എന്റെ ഭഗവാനെ, നിങ്ങളെ അലീഖാന്റെ വീട്ടിൽ കൊണ്ടുപോകും. നിങ്ങൾ അലീഖാന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്നല്ലേ? ആനയെല്ലാം കാണാത്ത ആൾക്കാർ പേടിയാണ് ആനനെ ഭയങ്കര. അങ്ങനെ പറയാം. നിങ്ങൾക്ക് ആനനെ പേടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കല്ലേ? ഇതിൽ കാണുമ്പോ പേടിക്കണ്ടല്ലോ. അതെ, ഇതിൽ പേടിക്കാണ്ട് വേണം. ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറിയാല് ഡ്രൈവറെ മാത്രം കയറിയിരിക്കുക. ആ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു, ഡ്രൈവറെ ആന വരുവാ, അപ്പൊ നമ്മ ഇത്ര ആളില്ലേ ബസ്സില്, അതുകൊണ്ട് നമ്മളെല്ലാം പിടിച്ചു കഴിഞ്ഞാല് ചേച്ചിനെ പിടിക്കാണ്ട് ചേച്ചി കമ്പിയൊക്കെ പിടിച്ചിരുന്നോന്ന്. എന്നാലും ഞാൻ നോക്കും, രാത്രി മുഴുവൻ ഉറങ്ങാണ്ട് ഞാൻ നിൽക്കുന്ന ആടെ നിരത്തല്. ആടെ എത്തിയതിനു ശേഷം ഉറങ്ങുകയും ചെയ്യില്ല. പിന്നെ മൈസൂരിൽ നിങ്ങളുടെ ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാല് അമ്മ വണ്ടിയിൽ ഉണ്ടോന്ന് വിളിച്ചു ചോദിക്കണം. ഭയങ്കര സ്ഥലം ആന വരുന്നില്ല, പേടിയാകും. പിന്നെ എല്ലാവരും ചായ എടുക്കാറ് ഒരു സ്ഥലത്ത്, ഏതോ ഒരു സ്ഥലത്ത് 12:30 എത്തുമ്പോ ഞാൻ മാത്രമല്ല ബസ്സിൽ. അന്നേരം അവർ ചോദിക്കും ചായ വേണം, ചായ ഒന്നും കുടിക്കൂല. രാത്രി പല്ലിയേച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഞാൻ കഴിക്കൂല. അപ്പൊ ആടെ എത്തിയിട്ട് ഓഫീസിൽ എത്തുമ്പോ അവരൊരു കട്ടൻ കാപ്പി കൊടുത്തരും, അത് കുടിക്കും. അപ്പോഴത്തേക്ക് ഇവര് കൂട്ടാൻ വരും. അപ്പൊ വിളിച്ച് അപ്പം വരൂല, എത്തൂല, പേടിയാണ് ഒറ്റക്ക്. എന്റെ പേരെ ഇറങ്ങിയവരെല്ലാം പോയിട്ടുണ്ടാവും. ഇതെല്ലാം ഞാൻ മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ എത്തൂല, ഇവരെത്തൂല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരിക്കും. ഇതിൽ അവർ പേടിക്കണ്ട, ഇവിടെ ഇരുന്നോ, അവരുടെ ഇപ്പം വരും, ബ്ലോക്കായിട്ട് താമസിക്കുന്നോ. അവരെ കൊച്ചിയിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. കൊച്ചി പോകുമ്പോൾ ആനനെ പേടിക്കണ്ടല്ല, ധൈര്യമായിട്ട് വന്നിപ്പോ ഷോർമ്മൂല്ല. രാത്രി അവിടെ പോകുമ്പോൾ ഭയങ്കര പേടിയാവുന്നേ. അവരെപ്പോ വരുന്നു പറയുന്നില്ലല്ലോ ബസ്സിന് മുമ്പിലേക്ക്. അതേപോലെ എണീച്ച് ഓടി ഒരു സ്ഥലത്ത് ആനനെ കണ്ടില്ലേ, തുമ്പി കൈ ഇങ്ങനെ പൊതിക്കുമ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവറിന്റെ കൂടി എത്തി. അങ്ങോട്ട് വരുമ്പോ ബാംഗ്ലൂർ വരുമ്പോ അല്ലാതെ ഞാൻ സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവരോട് കാണും. അപ്പൊ ആന തുമ്പിക്കൈ മാത്രമേ കാണുന്നുള്ളൂ. അത് ഞാൻ എണിച്ചിട്ട് ഇപ്പൊ ഡ്രൈവറത്തെ കൂടി മുമ്പിലേക്ക്. അതിനോട് പറഞ്ഞിട്ട് ആനെ കണ്ടിരുന്നത് ഇത്രയും വലിയ പടായി എന്നോട് ആദ്യമായിട്ട് ഓർമ്മ. അതൊക്കെ പേടിയാ, ഞാനും കണ്ടിന് തുമ്പിക്കൈ ദൂരം. ഞാൻ വിശ്വസിച്ചാണ് തുമ്പിക്കൈയെല്ലാം അടുത്ത് ഞാൻ വിശ്വസിച്ചു. റോഡ് സൈഡിൽ കുറച്ച് അവിടെ ദൂരോട്ട് മാറിയിട്ട് രാത്രി ആന റോഡിൽ കറങ്ങൂല. ആവട്ടല്ലേ. നമ്മളെ അരി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കണ്ടാ. ഇതൊന്നായിട്ട് വേണം അടുത്ത പണി നോക്കാൻ വേണ്ടി. മുന്തിരി, ഒനിയൻ, കാഷ്യൂനട്ട്. ഇപ്പം അരിത കണ്ടില്ലേ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഗീ റൈസ് എങ്ങനെയായി നോക്കാം. ഗീ റൈസ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ജസ്റ്റ് കൂട്ടി ഒപ്പിച്ചു കൊടുക്കുക. കാണുന്നില്ലേ? ഇത് ഞാനിവിടെ പൊത്തി വെച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു ഗീ റൈസിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഓയ് ഞാൻ തന്നെ ആവട്ടെ. തീ ഓഫ് ചെയ്യാം.